ഹലോ വെൽക്കം ടു മൈ ചാനൽ അർബൻ ഗ്ലോ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് എലഗൻറ്റ് മേക്കപ്പ് ലുക്കാണ്. സോ ആദ്യം ഞാൻ എൻ്റെ ഫേസ് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് കളർ എസൻസിൻ്റെ FS1 നാച്ചുറൽ ബ്രൗൺ എന്ന ഷെയ്ഡിലുള്ളൊരു പാൻ സ്റ്റിക്കാണ്. എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. സോ ഓയിലി സ്കിന്നിന് എപ്പോഴും ബെസ്റ്റായിട്ടുള്ളത് പാൻ സ്റ്റിക്കും ലിക്വിഡ് ഫൗണ്ടേഷനൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പാൻ സ്റ്റിക്കാണ്. ഇത് ഫേസിലെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. പാൻ സ്റ്റിക്കിന് പൊതുവെ കുറച്ച് ഹൈ കൺസിസ്റ്റൻസി, തിക്ക് കൺസിസ്റ്റൻ്റ് അത് കാരണം ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ബ്രഷോ സ്പഞ്ചോ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് ഒരു ബിൽഡ് ചെയ്ത് കിട്ടാനായിട്ട് നമുക്ക് നമ്മുടെ ഫിംഗേഴ്സ് തന്നെ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എന്തൊരു ഫീഡ്ബാക്കും നിങ്ങളുടെ സജഷൻസും എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കാവുന്നതാണ്. ഞാനിത് എൻ്റെ ഫേസിൽ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും കുറച്ചും കൂടി ഹാൻഡി ആയിട്ടുള്ളത് നമ്മുടെ ഫിംഗേഴ്സ് തന്നെയാണ്. നമ്മുടെ ഫേസിൽ മാത്രം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മുടെ ഫേസിൽ ഫൗണ്ടേഷനോ മോയ്സ്ചറൈസറോ എന്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ നെക്കിലോട്ടും കൂടി സ്പ്രെഡാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ ചെവിയും കൂടി ഒന്ന് മറക്കാതിരിക്കുക. ഇത് ഫൗണ്ടേഷൻ ഏതൊരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പതഞ്ജലിയുടെ ഒരു അലോവേറ ജെല്ലാണ്. ഇത് നമുക്ക് പ്രൈമറായിട്ടും യൂസ് ചെയ്യാമെന്നുള്ളതാണ്. മേക്കപ്പ് കുറച്ച് നേരത്തേക്ക് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അല്ലാതെ നമുക്ക് പ്രൈമറും യൂസ് ചെയ്യാം, മേക്കപ്പ് പ്രൈമറും യൂസ് ചെയ്യാം. ഒരുപാട് ബ്രാൻഡിലുള്ള മേക്കപ്പ് പ്രൈമേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഇനി ഞാൻ അടുത്തത് എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. നമ്മൾ എന്തൊരു ലുക്കും കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഐബ്രോസ് കുറച്ച് എൻഹാൻസ് ചെയ്തിരിക്കണം. പിന്നെ ഈ ഐബ്രോ പെൻസിൽ തന്നെ ഒരു കോമ്പും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കോമ്പ് വെച്ച് നമ്മുടെ ഈ പ്രോഡക്റ്റ് എല്ലാ സ്ഥലത്തും ആ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഐ ഷാഡോയ്ക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അതിൽ നിന്നും ബ്രൗൺ ഷെയ്ഡാണ് സെലക്ട് ചെയ്യുന്നത്. ഒരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിലാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ളിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സ് മതി. നമ്മുടെ ഈ മോതിര വിരലുണ്ടല്ലോ, അത് തന്നെ നമുക്ക് ധാരാളമാണ് നമ്മുടെ ഐ ഷാഡോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വെറുതെ സെറ്റ് ചെയ്തിട്ട് വിട്ട് കളയരുത്. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ കണ്ണിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനുശേഷം ഈ സെയിം കളർ തന്നെ എടുത്ത് ഞാൻ കണ്ണിൻ്റെ താഴെ ലാഷിനും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഐ ഷാഡോ പാലറ്റ് ഇല്ല അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ലിപ്സ്റ്റിക് അത് തന്നെ നമുക്ക് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസ് ഇനി അടുത്തത് സെറ്റ് ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്യാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ്. നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൗഡറോ കോമ്പാക്റ്റോ ബനാന പൗഡറോ സെറ്റിംഗ് പൗഡറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് നമ്മുടെ സാധാരണ പൗഡർ തന്നെ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടുന്ന പൗഡർ തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു പൗഡറാണ്. ഇത് വെച്ച് ഞാൻ എൻ്റെ ഫുൾ ഫേസും സെറ്റ് ചെയ്യുകയാണ്. കാരണം എൻ്റെ ഫേസ് ഫുൾ ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഓയിലി ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് എവിടെയാണോ ഒരു ഗ്രീസിനെസ് ഫീൽ ചെയ്യുന്നത് അവിടെ മാത്രം നിങ്ങളുടെ ഫേസിൽ നിങ്ങൾ പൗഡർ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഫൗണ്ടേഷൻ ഇട്ടതുപോലെ തന്നെയാണ് കഴുത്തിലും കൂടി പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. ഇനി കണ്ണിൽ ഞാൻ കാജൽ എഴുതാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ് കാജലാണ്. ആദ്യം ഞാൻ ടൈറ്റ് ലൈൻ ചെയ്യുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കാജലാണ്. ട്രാൻസ്ഫർ പ്രൂഫാണ്, അതായത് സ്മഡ്ജ് ചെയ്യത്തില്ല, വാട്ടർ പ്രൂഫാണ്. നേരം അനങ്ങാതെ അവിടെ തന്നെ കിടക്കും. നല്ല ഡാർക്കുമാണ്. നല്ലൊരു കാജലാണ്. അഫോർഡബിൾ സൈഡിൽ വരുന്നൊരു കാജലാണ്. എന്നിട്ട് ഞാൻ താഴെ വാട്ടർ ലൈനിലും കൂടി അപ്ലൈ ചെയ്യുകയാണ്, രണ്ട് കണ്ണിലും. അതിനുശേഷം ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊരു ക്യൂട്ടി എടുത്തതിന് ശേഷം സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഐലൈനറായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫേസസ് കാനഡയുടെ മാഗ്നറ്റൈസ് റേഞ്ചിലുള്ള ഐലൈനറാണ്. ഇത് വളരെ നല്ലൊരു ഐലൈനറാണ്. ഗ്ലോസി ഫിനിഷാണ്. ഇതും വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. പിന്നെ ഇതിൻ്റെ വോണ്ട് നല്ലോണം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എഴുതാൻ കഴിയും. ലെങ്ത്ത് കൂടുതലാണ്, മാത്രമല്ല അതിൻ്റെ ടിപ്പ് പ്രിസൈസ് ആയിട്ടുള്ളതാണ്. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐലൈനറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതൊരു ഐലൈനർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലാക്മേയുടെ ഇൻസ്റ്റാ ലൈനർ, ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനർ, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. ഇനി നമ്മുടെ ഐ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് മസ്കാര അപ്ലൈ ചെയ്യണം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മേബലിൻ ന്യൂയോർക്കിൻ്റെ കൊളോസൽ മസ്കാരയാണ്. ഇത് വാഷബിളാണ് കേട്ടോ, വാട്ടർ പ്രൂഫ് അല്ല. അപ്പോൾ ഡെയിലി വെയർ, അപ്പോൾ ഡെയിലി നമുക്ക് മസ്കാര യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ വാഷബിൾ മസ്കാര. അത്യാവശ്യം നല്ലോണം ലെങ്തനിങ് എഫക്റ്റും വോളിമൈസിങ് എഫക്റ്റും തരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഐ ലുക്ക് ഓക്കെ ആയി. ഇനി അടുത്തത് ലിപ്സിലോട്ട് വരാം. ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ഒരു സോഫ്റ്റ് ലിപ് ക്രീമാണ്, ഷെയ്ഡ് നമ്പർ 55. ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് പിഗ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് റീടച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലുക്ക്. ഇനി നമ്മുടെ കംപ്ലീറ്റ് മേക്കപ്പ് ലുക്കിലോട്ടേക്ക് പോവാം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.